ശേഷം തിരുവനന്തപുരം മൃഗശാല വീണ്ടും വാർത്തകളെ നിറഞ്ഞിരിക്കുകയാണ്. 3 വർഷം മുമ്പ് തിരുപ്പതി സൂവിൽ നിന്ന് തിരുവനന്തപുരം സൂവിലേക്ക് എത്തിച്ച ലിയോ നൈല ദമ്പതികൾക്കുണ്ടായ കുഞ്ഞുങ്ങളുടെ പേരിലാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരം മൃഗശാല വീണ്ടും വാർത്തകളിൽ സജീവമായിരിക്കുന്നത്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് 2 സിംഹക്കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് എന്നതാണ് അതിന്റെ കൗതുകം വർദ്ധിപ്പിക്കുന്നത്. അതിനെ പരിചരണത്തിന് നേതൃത്വം നൽകുന്ന മൃഗശാലയിലെ സൂ ഡോക്ടർ നികേഷ് കുമാർ കിരൺ എന്നോടൊപ്പം ചേരുന്നു. വലിയ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. ഇപ്പോൾ 38 ദിവസമായി അല്ലേ? അതെ, 38 ദിവസമായി. കഴിഞ്ഞ ജനുവരി 21-നാണ് ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. തുടക്കത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ നൈല കുഞ്ഞുങ്ങളെ റിജക്ട് ചെയ്തു. അതായിരുന്നു നമുക്കുണ്ടായൊരു വെല്ലുവിളി. നമ്മൾ ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫീഡിംഗ് ട്രൈ ചെയ്തു. അതായത് കൂടിനകത്ത് വെച്ച് തന്നെ കുട്ടികൾക്ക് ഫീഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയായിരുന്നു. പക്ഷെ എന്നിട്ടും നൈല കുട്ടികൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പാല് കിട്ടാതെ കുട്ടികൾ ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഫുൾ ഫോസ്റ്ററിംഗിലേക്ക് എടുക്കുന്നത്. ഫോസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഫുൾ ഹാൻഡ് ഫീഡിംഗ് ആണ്. സൂ ഹോസ്പിറ്റലിനകത്ത് തന്നെ നമ്മൾ പ്രത്യേകമായിട്ടൊരു റൂം സജ്ജീകരിച്ച് അതിനകത്ത് തന്നെ നമ്മൾ തന്നെ പാല് കൊടുത്ത് വളർത്തുന്ന രീതിയാണ് ഇപ്പോൾ ഫോളോ ചെയ്തിരിക്കുന്നത്. ഈ ഫീഡിംഗ് എങ്ങനെയാണ്? എത്ര മണിക്കൂർ ഇടവിട്ടാണ്? ആദ്യത്തെ ആഴ്ചകളിൽ 4 മണിക്കൂർ ഇടവിട്ട് ഫീഡിംഗ് ആണ്. അപ്പോൾ രാത്രി 12 മണി, 4 മണി, രാവിലെ 8 മണി അങ്ങനെ തുടർച്ചയായിട്ട് ഫീഡിംഗ് വന്നുകൊണ്ടേയിരിക്കും. ഈ സമയങ്ങളിലെല്ലാം നമ്മുടെ ഫുൾ സ്റ്റാഫും ഞാനും അവിടെ വന്നിട്ട് തന്നെയാണ് ഫീഡിംഗ് ചെയ്യേണ്ടത്. കാരണം ഈ ഫീഡിംഗ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത്. കാരണം ആസ്പിറേഷൻ പോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകാം, പാല് വലിച്ച് ശിരസിൽ കയറ്റുക അങ്ങനത്തെയൊക്കെ. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്നൊക്കെ തരണം ചെയ്തിപ്പോൾ വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഫീമെയിൽ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അത് ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോവുകയും ഓൾമോസ്റ്റ് ഷോക്കിലേക്ക് പോവുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ നമുക്ക് അതിനെയും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അപ്പം ഇതിന് പേരിടുന്നത് എങ്ങനെയാണ്? എപ്പോഴാണ് അതിന്റെ ഒരു ഇപ്പോ പേരിട്ടിട്ടില്ല. 3 മാസം വരെ നമ്മൾ ഫുൾ ഫോസ്റ്ററിംഗിലായിരിക്കും. നമ്മൾ തന്നെ ഹാൻഡ് ഫീഡ് ചെയ്യും. അതിനുശേഷം അവർ സ്വന്തമായിട്ട് ഇറച്ചിയെടുത്ത് തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കൂടിലേക്ക് മാറ്റുക. ഇപ്പൊ പേരിട്ടിട്ടില്ല. ഈ ഫീഡിംഗ് എത്ര നാളാണ് തുടരേണ്ടത്? അതെ, ഹാൻഡ് ഫീഡിംഗ് നമ്മൾ 3 മാസത്തോളം ആയിരിക്കും. 3 to 4 months ഹാൻഡ് ഫീഡിംഗ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ കൂട്ടിലേക്ക് മാറ്റും. അപ്പോഴായിരിക്കും ജനങ്ങൾക്ക് വിസിറ്റേഴ്സിനെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പൊ ഈ ലിയോയുടെ നൈലയുടെ ഇപ്പോഴത്തെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഇതിനെ കാണുന്നുണ്ടോ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ? ഇല്ല, ഇവർക്ക് അങ്ങനെ പാരന്റ്സ് അങ്ങനെയൊക്കെയുള്ളൊരു ഇൻസ്റ്റിങ്സ് കുറവാണ് പൊതുവെ. തുടക്കത്തിൽ ഈ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ ബാലൻസ് ഉള്ള സമയത്തേക്ക് മാത്രമേ ഇത് പാരന്റിംഗ് ഇൻസ്റ്റിങ്ക്ട് കാണിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് കുട്ടികളെ സ്വന്തമായിട്ട് തന്നെയാണ് അത് ത്രൈവ് ചെയ്ത് വരേണ്ടത്. അപ്പോൾ ഇപ്പോൾ അവർക്ക് അങ്ങനെ കുട്ടികളെ കാണുന്നില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടാകണമെന്നില്ല. മാത്രമല്ല നമുക്കിപ്പോൾ ഫോസ്റ്ററിംഗ് ടൈമിൽ വീണ്ടും ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് കുട്ടികളെ അവിടെ കൊണ്ട് കാണിക്കുന്നതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വലിയ സ്ട്രെസ് ആവും. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഇത് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ മാതാപിതാക്കളെ കാണാത്തതിന്റെ ഒരു പ്രശ്നവും ഇല്ല. കുട്ടികൾ ആദ്യത്തെ 10-12 ദിവസത്തോളം ബ്ലൈൻഡ് ആണ്, കണ്ണ് തുറക്കില്ല. അതിനുശേഷം അവർ കണ്ണ് തുറക്കുമ്പോൾ ആദ്യമായി കാണുന്നത് തന്നെ നമ്മുടെ സ്റ്റാഫിനാണ്. മേ ബി അവരിപ്പോ നമ്മളെ ആയിരിക്കും പാരന്റ്സ് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്, അറിയില്ല. എന്തായാലും അവരിപ്പോ ഹാപ്പിയാണ്, സ്വന്തമായിട്ട് പാല് വലിച്ചു കുടിക്കുന്നുണ്ട്. നമ്മളെ സ്റ്റാഫുമായിട്ടും ഞാനുമായിട്ടൊക്കെ വളരെ ഇണക്കത്തിലാണ്. അപ്പൊ ഈ 3 മാസം കഴിയുമ്പോൾ എങ്ങനെയാണ് അതുങ്ങളുടെ തന്നെ ഈ നീയോടെ ആ കൂട്ടിലേക്കാണോ മാറ്റുന്നത്? അതോ ഇല്ല, അവരെ കൂട്ടത്തിലേക്ക് ഇടില്ല. നമ്മൾ വേറെ കൂട്ടിലേക്കായിരിക്കും മാറ്റുക. പിന്നെ അവരുടെ ഒരു കോമ്പാറ്റബിലിറ്റി നോക്കിയതിന് ശേഷം ചിലപ്പോൾ ഒരു പ്രൈഡായിട്ട് അവരെ വളർത്താൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. കാരണം ലയണിന് അങ്ങനെ പ്രൈഡായിട്ട് ജീവിക്കുന്ന ഒരു സ്പീഷീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് വളർത്താവുന്നതാണ്. അത് നമ്മൾ പിന്നീട് കോമ്പാറ്റബിലിറ്റി നോക്കിയിട്ടേ ചെയ്യുള്ളൂ. ഇവിടെ എത്ര നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ സിംഹക്കുഞ്ഞുങ്ങളുണ്ട്? 2016 ശേഷം ഇത് ആദ്യമായിട്ടാണ്. നൈലയ്ക്ക് ഇതിന് തൊട്ട് മുമ്പിൽ ഒരു പ്രസവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതേ സിറ്റുവേഷൻ വന്നു, ഡിലേഡ് പാർച്ചുറേഷൻ കാരണം തന്നെ കുട്ടികളെല്ലാം ഡെത്തായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ കുറച്ചുകൂടെ പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫോസ്റ്ററിംഗിലേക്ക് എടുക്കുന്നത്. എത്രയാണ് ഗർഭകാലം ഈ സിംഹത്തിന്റെ? 100 to 110 days ആണ്. 110 ദിവസമാണ് പൊതുവെ ഗർഭകാലം. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പ്രസവത്തോടനുബന്ധിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പൊതുവെ ഇവർ തന്നെ കുട്ടികളെ വളർത്തുന്ന രീതിയാണ് സൂവിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഫോസ്റ്ററിംഗ് ഇപ്പോൾ വളരെ ആദ്യമായിട്ടാണ് ചെയ്യേണ്ടി വരുന്നത്. നമുക്ക് എത്ര സിംഹങ്ങളുണ്ട് നമ്മുടെ ഇവിടുത്തെ സൂവിൽ? 2 ഫീമെയിൽസും ഒരു മെയിലുമാണ് അഡൽട്ട് സൈസിലുള്ളത്. ഇപ്പോൾ നമുക്കുണ്ടായ 2 കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല പരിചരണം സാധ്യമാവട്ടെ. എല്ലാ ആശംസകളും. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.